എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ പാടത്ത് നമ്മുടെ എള്ളുണ്ടല്ലോ, എള്ള് നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് അമ്മമ്മ പറിച്ച് ഉണക്കിയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കും. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒപ്പം തന്നെ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് ഈ എള്ള് എന്ന് പറയുന്നത്. അപ്പോൾ പീരീഡ്സ് ഒക്കെ ലേറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എള്ളുണ്ട ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതുപോലെ മുടി കൊഴിച്ചിൽ, അങ്ങനെ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴും ഈ ഒരു എള്ള് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ, എള്ളുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ എള്ളുണ്ട ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ എള്ള് പറിച്ച് ഉണക്കി സൂക്ഷിച്ച് വെക്കുന്ന ആ ഒരു മെത്തേഡും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടും. വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ കാണാനും പറ്റും. അപ്പോൾ ഞാൻ എന്താ പാടത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ശരിക്കും പാടത്തു കൂടെ നടക്കാനൊക്കെ പേടിയാണ്. കാരണം കണ്ടില്ലേ, പുല്ലൊക്കെ നിറയെ വന്നിട്ടേ ചിലപ്പോൾ പാമ്പ് എന്തെങ്കിലും ഉണ്ടോയെന്നും കൂടി അറിയില്ല. അതാ ഒന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരാൾ മുന്നിലുണ്ടായിരുന്നു കേട്ടാ, കാണുന്നുണ്ടോ? അപ്പം ഞാൻ എന്തായാലും സൈഡിൽ കൂടെ പോവാണേ. അപ്പോൾ അതാ നമ്മളിപ്പോൾ എള്ളുള്ള പാടത്ത് എത്തിയിട്ടുണ്ട്. അമ്മമ്മ അതാ എള്ള് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതാ ഈ കാണുന്ന ഈ പൊങ്ങി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കണ്ടോ, പുല്ല് പോലെ അല്ലാതെ നിൽക്കുന്നതൊക്കെയാണ് നമ്മുടെ എള്ള് എന്ന് പറയണത്. അതൊക്കെ ഇങ്ങനെ മുറിച്ചുണ്ടാക്കണം. ഒക്കെ ഇങ്ങനെ ചാഞ്ഞു നിൽക്കുകയാണല്ലേ. നല്ല വെയിൽ വേണ്ടേ ഉണങ്ങാൻ? നല്ല സ്വാദാണ് കേട്ടോ ഈ ഒരു എള്ള് ഇങ്ങനെ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാൻ. ചെറിയൊരു ചവർപ്പുണ്ടാവും, പക്ഷെ അത് കഴിക്കാൻ നല്ല സ്വാദാ. മഴ ഇല്ലാത്തോണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ എള്ളിൻ്റെ ചെടി. ഞാൻ കുറച്ചും കൂടി അടുത്ത് വന്നിട്ട് ഇട്ടതാണേ. ഒക്കെ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുകയാണ് മഴയൊക്കെ പെയ്തിട്ട്. ഇലയൊന്നുമില്ല, വിത്ത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കിൽ നിന്ന് നല്ല വെയിലടിക്കുന്നുണ്ട്. ഇനിതാ വേറൊരു രസം നിങ്ങൾക്ക് കാണാണ്ടോന്ന് അറിയില്ല. അതാ അവിടെ ആ മോട്ടോർ പെരയുടെ അവിടെ നിന്നിട്ടൊരു മയില് ഡാൻസ് കളിക്കുകയാണ്. അടുത്തേക്ക് ചെന്നാൽ പോയില്ലേ? നമുക്ക് ജസ്റ്റ് ഇതാ അടുത്ത വരമ്പത്തേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. അങ്ങോട്ട് അടുത്ത് പോയി എന്തായാലും പോവും ആള്. ഡാൻസ് ആടുന്നു. സ്ഥിരം ആ മോട്ടോർ പെരയുടെ അവിടെ നിന്നിട്ട് ഈ ഡാൻസ് കളിക്കുന്ന ആളാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വരമ്പത്തേക്കൊന്ന് പോട്ടെ. എനിക്ക് പോകുമ്പോൾ ക്യാമറയിലേക്ക് നോക്കി പോവാൻ നല്ല പേടിയുണ്ട്. കാരണം ഇപ്പം നമ്മൾ വരുമ്പോൾ ഒരാളെ കണ്ടില്ലേ, അപ്പോൾ അതുകൊണ്ട് ക്യാമറയിലേക്ക് എന്തായാലും നോക്കണില്ല. ഇത് കൂടെ പോകാൻ പറ്റും തോന്നുന്നു. അത് കൂടെ നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഞാൻ എന്താ കുറച്ചും കൂടി അടുത്തേക്ക് വന്നിരിക്കുകയാണ്. മയിൽ നല്ല കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ അതിനിങ്ങനെ വെയിറ്റ് താങ്ങാൻ പറ്റാഞ്ഞിട്ട് കണ്ടില്ലേ, അതാ
ഒച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് അതാ ഞാൻ വരുന്ന കണ്ടപ്പോൾ മയിൽ അടുത്തേക്ക് വരുന്ന കണ്ടപ്പോൾ പീലി താഴ്ത്തി. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റിയില്ലേ. കൂടുതൽ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ പോവും. എന്നും നമ്മൾ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മോട്ടോർപ്പരയുടെ അവിടെ നിന്നിട്ട് ഡാൻസ് കളിക്കുന്നത് കാണാം. നിറയെ മയിലുകളുണ്ട് കേട്ടോ. പാടത്ത് ഈ ഒരു ടൈം ആയി കഴിഞ്ഞാൽ രാവിലെയും അതുപോലെ വൈകുന്നേരമൊക്കെ നിറയെ മയിലുകളുണ്ട്. നല്ല രസമാണ്. അപ്പോൾ അതാ ഈ എള്ളൊക്കെ അതാ ഇങ്ങനെ മുറിച്ച് കെട്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇപ്പം പാടത്തുള്ളത് ഫുള്ള് അമ്മമ്മ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എള്ള് ആ കെട്ടോട് കൂടിയിട്ട് ഇതാ അങ്ങനെ ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെ അടിച്ചിട്ട് അതിൻ്റെ ആ വിത്ത് മാത്രമായിട്ട് എടുക്കുകയാണ് കേട്ടോ. കുറച്ച് സമയം ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ആ എള്ളിൻ്റെ വിത്ത് മാത്രമായിട്ട് ഇങ്ങനെ വീഴും. ഇതാണ്ടോ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടില്ലേ. ഇനി നമ്മൾ നെക്സ്റ്റ് എള്ള് മാത്രമായിട്ട് ചേറിയെടുക്കണം. അപ്പോൾ ഈ ഒരു ചപ്പന്ന് എള്ള് മാത്രമായിട്ട് ഇങ്ങനെ ചേറിയെടുക്കാം. അമ്മമ്മ അതപ്പോൾ എള്ള് മാത്രമായിട്ട് ഇങ്ങനെ ചേറിയെടുക്കുകയാണ്. നിറയെ ചപ്പുണ്ട്. കുറച്ച് ടൈം എടുക്കും ഇങ്ങനെ ഫുള്ള് ആ എള്ള് മാത്രമായിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ എള്ള് ചേരി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നല്ല അങ്ങോട്ട് ഉണങ്ങാത്തതുകൊണ്ടാണ് ഈ ഒരു കളറ്. നല്ല ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല കറുപ്പ് കളറാണ് ഉണ്ടാവുക. അപ്പം അമ്മമ്മ അതാ ബാക്കി കുറച്ച് ചപ്പും കൂടിയും കളയാനുണ്ട്. അതും കൂടി ഇങ്ങനെ ചേറിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ എള്ള് ഇവിടെ ചേറി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് വെറുതെ ഇങ്ങനെ കഴിക്കാനായിട്ട് ചെറിയൊരു കയപ്പൊക്കെ ഉണ്ടാവും, പക്ഷെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ചേറിയിട്ട് ഉണക്കി സൂക്ഷിച്ച് വെച്ചിട്ടുള്ള എള്ളാണ് ഇതായത്. അപ്പോൾ ഒരു ഗ്ലാസ് എള്ളെടുത്തിട്ടുണ്ട്. നമ്മൾ എള്ളുണ്ട ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ എള്ള് നന്നായി കഴുകി അതിലത്തെ കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് നന്നായിട്ട് വറുത്തെടുക്കണം. അതിലത്തെ ജലാംശം ഫുള്ളായിട്ട് പോകണം. അതേപോലെ ഇങ്ങനെ പൊട്ടി വരും. അപ്പോൾ ആ പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്കൊരു 5-6 അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഹെൽത്തി ആണല്ലോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഇനി അതേ ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ് നമ്മുടെ പച്ചരി ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക പൊട്ടി വരുന്ന പാകത്തിൽ. ഇനി നമുക്കതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഒരു മുറി തേങ്ങയാണ് വേണ്ടത് കേട്ടോ. പിന്നെ അതുപോലെ നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക, പിന്നെ ഒരു 4-5 ശർക്കര, 4-5 അച്ച് ശർക്കര കേട്ടോ. പിന്നെ നമ്മുടെ എള്ളും അതുപോലെ ശർക്കരയും അരിയും കൂടിയും പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചിരവി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് ജസ്റ്റ് കൈ കൊണ്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഉരുളയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിത് തേങ്ങ വറുത്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 2-3 ആഴ്ചയ്ക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. വറക്കാത്ത തേങ്ങയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം.